രണ്ട് കഥകൾ പറയാം. രണ്ടും സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ കഥകളാണ്. ഒന്ന് നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കഥ. മറ്റൊന്ന് അത്ര തന്നെ നിഷ്കളങ്കമല്ലാത്ത മറ്റൊരു കഥയും. നിഷ്കളങ്കമായ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ തെളിയുക തീർച്ചയായും താജ്മഹലായിരിക്കും. 1628 മുതൽ 1658 വരെ മുഗൾ സാമ്രാജ്യം ഭരിച്ച ഷാജഹാൻ ചക്രവർത്തി തൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ കുടീരമായ താജ്മഹൽ 1632 മുതൽ 1643 വരെയുള്ള ദീർഘമായ 11 കൊല്ലം കൊണ്ടാണ് താജ്മഹലിൻ്റെ രൂപകൽപ്പന നടന്നത്. ഉസ്താദ് അഹമ്മദ് ലാഹോരിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ രാവില്ലാതെ പകലില്ലാതെ വേനലില്ലാതെ വർഷക്കാലമില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ മഹാസൗധം. മാത്രമല്ല, അതിൻ്റെ അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി മാത്രം എടുത്തു 10 വർഷക്കാലം. 32 ദശലക്ഷം രൂപയാണ് അക്കാലത്ത് അതിന് ചെലവ് വന്നത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. ഇത്രയും പണം ചെലവഴിച്ച് ഇത്രയും വലിയ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വരെ സ്ഥാനം നേടിയ ഒരു സ്മാരകം പണിയാൻ മാത്രം മുംതാസ് യൗവനയുക്തയായ ഒരതിസുന്ദരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയേക്കാം. സത്യത്തിൽ ഷാജഹാൻ്റെ മനസ്സിലെ മുംതാസ് അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഷാജഹാൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മഹൽ മരണപ്പെടുന്നത് തൻ്റെ 14ാമത്തെ പ്രസവത്തിനിടെയായിരുന്നു. ജൗഹറ ബീഗം എന്ന മകളെ പ്രസവിച്ച ആ പ്രസവത്തിനിടെയായിരുന്നു മുംതാസ് മഹലിൻ്റെ മരണം. എന്നിട്ടും ഇത്ര വലിയ സ്മാരകമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ സ്നേഹം എത്രമാത്രം നിഷ്കളങ്കമാണ് എന്ന് പറയാൻ ആണ് ഈ കഥ പറഞ്ഞത്. രണ്ടാമത്തെ കഥ ഈജിപ്തിലെ ഫറോവയായിരുന്ന രാംസസ് രണ്ടാമൻ്റെ കഥയാണ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഭാര്യയോട് നിഷ്കളങ്കമായ ഭാവത്തോടുകൂടെ അനിതര സാധാരണമായ പ്രേമ പാരവശ്യത്തോടുകൂടെ ഒരിക്കൽ പറഞ്ഞുവത്രേ, പ്രിയേ, സൂര്യൻ ഉദിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ് എന്ന്. അത്ര മധുരതരമായി സല്ലാപം നടത്തിയ രാംസസ് രണ്ടാമൻ പക്ഷേ നെഫർതീത്തിക്ക് ശേഷം 54 വിവാഹങ്ങൾ കഴിച്ചു എന്നത് മറ്റൊരു കഥ. വസ്സലാം.